السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف مبعوث إلى كافة الأمم محمد وعلى آله وصحبه أجمعين أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. പാപ്പരായവർ, തുലഞ്ഞവർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരിക കച്ചവട സ്ഥാപനം നടത്തി അത് പൊളിഞ്ഞുപോയ ആളുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബിസിനസ്സിൽ പങ്കാളിയായി ചേർന്ന് ബിസിനസ് തകർന്ന് പൊളിഞ്ഞു പോയവർ, അല്ലെങ്കിൽ സമ്പത്തില്ലാത്തവർ, ഇങ്ങനെയുള്ള ആളുകളെയാണ് തുലഞ്ഞവർ അല്ലെങ്കിൽ പാപ്പരായവർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരിക. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ഒരു തുലഞ്ഞ ആളുകളുണ്ട്, പാപ്പരായ ആളുകളുണ്ട്. ഏതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ പാപ്പരായവർ, ആ തുലഞ്ഞവർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് ഒരു ദിവസം മദീന പള്ളിയിൽ വെച്ച് ചോദിക്കുകയാണ്, സഹാബാക്കളെ, അത്തദ്റൂന മനിൽ മുഫ്ലിസ്, മുഫ്ലിസ് പാപ്പരായവർ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? സഹാബാക്കൾ മറുപടി പറഞ്ഞു, അൽ മുഫ്ലിസു ഫീന മൻ ലാ ദിർഹമ ലഹു വലാ മതാ. അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങളിൽ തുലഞ്ഞവരെന്ന് പറഞ്ഞാൽ, പാപ്പരായവർ എന്ന് പറഞ്ഞാൽ മൻ ലാ ദിർഹമ ലഹു വലാ മതാ, പണമില്ലാത്ത, ദിർഹമില്ലാത്ത, ചരക്കുകളില്ലാത്ത ആളുകളാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ പാപ്പരായവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, എന്നാൽ ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മതി, എൻ്റെ സമുദായത്തിൽ നിന്നുള്ള പാപ്പരായവർ നിങ്ങൾ പറഞ്ഞ ഈ സമ്പത്തില്ലാത്ത, ചരക്കുകളില്ലാത്ത ആളുകളല്ല, മറിച്ച് മയ്യഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ വരുന്നവരാണ്. എങ്ങനെയാണ് അവർ വരിക? ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ, അവർ നമസ്കാരം കൊണ്ടാണ് അവർ വരിക, ധാരാളം നമസ്കരിച്ചിട്ടുണ്ടാകും അവർ. വസിയാമിൻ, നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടാകും അവർ. വസകാത്തിൻ, സക്കാത്ത് നൽകിയിട്ടുണ്ടാകും അവർ. ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളുമായിട്ടാണ് അവർ പാരത്രിക ലോകത്ത് വരിക. എന്നാൽ വയഅതി ഖദ് ശതമ ഹാദാ വഖദഫ ഹാദാ വഅകല മാല ഹാദാ വസഫക ദമ ഹാദാ വദറബ ഹാദാ, ഈ നമസ്കാരത്തോടൊപ്പം, ഈ നോമ്പിനോടൊപ്പം, ഈ സക്കാത്തിനോടൊപ്പം അവർ മറ്റൊന്നുകൂടെ അവരോടൊപ്പം ഉണ്ടാകും. എന്താണത്? ഒരുത്തനെ അവർ ആക്ഷേപിച്ചിട്ടുണ്ടാകും, ചീത്ത വിളിച്ചിട്ടുണ്ടാകും. അതുപോലെ മറ്റൊരുത്തനെ അവർ അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയിട്ടുണ്ടാകും. മറ്റൊരുത്തൻ്റെ ധനം അവർ അന്യായമായി ഭക്ഷിച്ചിട്ടുണ്ടാകും. മറ്റൊരുത്തൻ്റെ രക്തം അവർ ചിന്തിയിട്ടുണ്ടാകും. മറ്റൊരുത്തവനെ അവൻ അടിച്ചിട്ടുണ്ടാകും, ഉപദ്രവിച്ചിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ കൂടിയിട്ടാണ് അവർ വരിക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയുഅതാ ഹാദാ മിൻ ഹസനാതിഹി വഹാദാ മിൻ ഹസനാതിഹി. അവർ ആരുടെ അഭിമാനത്തിനാണോ ക്ഷതം വരുത്തിയത് അവന്, ആരെയാണോ അവർ ആക്ഷേപിച്ചത് അവന്, ആരുടെ ധനമാണോ അവർ അന്യായമായി ഭക്ഷിച്ചത് അവന്, ആരെയാണോ അവർ ഉപദ്രവിച്ചത്, അടിച്ചത് അവന്. ഇവരുടെ ഈ നന്മകളെല്ലാം, ഈ നോമ്പും ഈ നമസ്കാരവും ഈ സകാത്തും എല്ലാം, എല്ലാവിധ നന്മകളും ഇവരിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന ഈ ആളുകൾക്ക് നൽകപ്പെടും. എന്നിട്ട് ഇവരുടെ നന്മകൾ അവർക്കൊക്കെ കൊടുത്തു തീർന്നാൽ അവരുടെ തിന്മകൾ ഇവരുടെ മേൽ ചാർത്തപ്പെടും. എന്നിട്ട് സുമ്മ തുരിഹ ഫിന്നാർ, അവർ നരകത്തിലൂടെ വലിച്ചിഴക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. യാ അല്ലാഹ്, എത്രമാത്രം ഒരു അപകടകരമായ ഒരവസ്ഥയാണിത്. സഹോദരന്മാരെ, മറ്റുള്ളവരെ ചീത്ത വിളിക്കുമ്പോഴും, മറ്റുള്ളവരെ പരിഹസിക്കുമ്പോഴും, മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുമ്പോഴൊക്കെ അവർ ഒരുപക്ഷെ നമ്മളോട് പ്രതികരിച്ചിട്ടില്ലായിരിക്കാം. അതൊരിക്കലും നമ്മുടെ വിജയമായി കാണരുത്, അത് നമ്മുടെ പരാജയമായിട്ട് നമ്മൾ കാണുക. അതുപോലെ മറ്റൊരുത്തൻ്റെ ധനം അന്യായമായി മുതലാളിയെ പറ്റിച്ചോ, അല്ലെങ്കിൽ കച്ചവടത്തിൽ വഞ്ചന കാണിച്ചോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ ആളുകളെ കബളിപ്പിച്ചോ മറ്റുള്ളവൻ്റെ ധനം അന്യായമായി ഭക്ഷിക്കുമ്പോൾ ആരാരും ചോദിക്കുവാനും പറയാനും വരാത്തൊരവസ്ഥയുണ്ടാകുമ്പോൾ അതിൽ വിജയിച്ചു എന്ന് വിചാരിക്കരുത്. അത് നാളെ പാരത്രിക ലോകത്ത് നമ്മൾക്ക് വൻ പരാജയമായിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് മറ്റുള്ളവരെ ആക്ഷേപിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും, മറ്റുള്ളവരുടെ രക്തം ചിന്തുമ്പോഴും, മറ്റുള്ളവരുടെ ധനം അന്യായമായി ഭക്ഷിക്കുമ്പോഴുമെല്ലാം സഹോദരന്മാരെ, നമ്മുടെ സൽക്രമങ്ങൾ അവരുടെ അക്കൗണ്ടിലേക്ക് പോകുന്നത് നമ്മൾ ഭയപ്പെടുക. നാളെ പാരത്രിക ലോകത്ത് അങ്ങേയറ്റം പാപ്പരായ അവസ്ഥയിൽ നരകത്തിലൂടെ വലിച്ചിഴക്കപ്പെടുന്ന ആ അവസ്ഥ നമ്മൾക്കുണ്ടാകുന്നത് നമ്മൾ ഭയപ്പെടുക. അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹു നമ്മളൊക്കെ എല്ലാവർക്കും അവൻ്റെ യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.